സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഫാഅത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, മഹത്വങ്ങള്, അവിടുത്തെ ബഹുമാനങ്ങള് ഈ സുബ്ഹിന്റെ സമയത്ത് കേൾക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നു. ഇത് കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാഷാ അല്ലാഹ്, ചമ്മത്ത ആളുമാറും ഈ ഒരു റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടിട്ട് ചമ്മത്ത ആളുമാറും മാഷാ അല്ലാഹ് നല്ല ഒരു മജ്ലിസ് ഇതേപോലെ പൂർത്തിയാക്കിയിട്ട് തരണം ചൊന്നിട്ട് ചമ്മത്ത ആളുമാറും ചൊന്നപ്പാല് സന്തോഷമായിട്ട് അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇന്നലെ പറഞ്ഞു വെച്ചത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1000 വർഷത്തിനു മുന്നുള്ളൂ, 1000 കൊല്ലത്തിനു മുമ്പ് ബഹുമാനപ്പെട്ട തുബ്ബ രാജാവു ആ മഹാൻ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് മദീനത്ത് ഒരു പുര ഉണ്ടാക്കി കൊടുത്തതാണ് ചരിത്രം തുടങ്ങിയത്. അങ്ങനെ 400 പണ്ഡിതന്മാർ, 4000 വരുന്ന 400 പണ്ഡിതന്മാർ, ഇനി അപ്പുറം യാത്രയില്ല. ആ വിവരം എല്ലാം തുബ്ബ രാജാവ് കേട്ടപ്പോൾ തുബ്ബ രാജാവിനും ആ റസൂലുള്ളാഹിനോടുള്ള ഒരു മഹബ്ബത്ത്, ഒരു സ്നേഹം കൽബിൽ വന്നു. 400 പണ്ഡിതന്മാർക്ക് 400 പുര മദീനത്ത് ഉണ്ടാക്കി കൊടുത്തു. മനസ്സിലാക്കണം, അന്ന് ആരും മദീനത്ത് ഇല്ല എന്നല്ല തുടക്കത്തിൽ പറഞ്ഞത്. ഒരു വെള്ളത്തിന്റെ ഒരു ചെറിയൊരു പുഴ മാത്രമേ ഒരു ഭാഗത്തുള്ളൂ, മനുഷ്യരൊന്നുമില്ല, വളരെ കുറവാണ്. 400 പണ്ഡിതന്മാർക്ക് 400 പുര. അതേപോലെ തുബ്ബ രാജാവിന്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൽ പട്ടാളക്കാരുണ്ട്. അതേപോലെ തുബ്ബ രാജാവിന് ഖിദ്മത്തെടുക്കുന്ന സേവകന്മാരുണ്ട്. അതേപോലെ പട്ടാളക്കാർക്കുള്ള സേവകന്മാരുണ്ട്. അതേപോലെ ഒരുപാട് അടിമ സ്ത്രീകളുമുണ്ട്. 400 അടിമ സ്ത്രീകളെ മോചിപ്പിച്ചുകൊണ്ട് 400 പണ്ഡിതന്മാർക്കും വിവാഹം ചെയ്തു കൊടുത്തു. എന്തേ കാരണം? റസൂലുള്ളാഹിന്റെ മഹത്വം കേട്ടിട്ട് ആ കൽബിൽ മുത്തുനബിനെ സ്നേഹിച്ചു. 1000 കൊല്ലത്തിനു മുമ്പ് 400 അടിമ സ്ത്രീകളെ എന്ത് ചെയ്തു? മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 400 പുര ഉണ്ടാക്കി. 401ാമത്തെ ഒരു പുരയും കൂടി ഉണ്ടാക്കി. മനസ്സിലാക്കണം, ആ പുരയുടെ റെക്കോർഡാണ് കൈമാറാൻ വേണ്ടി പോകുന്നത്. ആ പുര തലമുറകളായിട്ട് എന്താക്കണം? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തണം. അങ്ങനെ അദ്ദേഹം 1 കൊല്ലം റസൂലുള്ളാഹിനെ സ്നേഹിച്ച് മദീനത്ത് ജീവിച്ചു. മനസ്സിലാക്കണം, മുത്തുനബി വരുന്ന നാടല്ലേ എന്ന് കരുതിയിട്ട് ആ നാടിനെ സ്നേഹിച്ചുകൊണ്ട് ആ 400 പണ്ഡിതന്മാരെ കൂടെ 1 കൊല്ലം മദീനത്ത് അദ്ദേഹം ജീവിച്ചു. ആര്? തുബ്ബ രാജാവ്. ആ 1 കൊല്ലമായപ്പോൾ തുബ്ബ രാജാവിന്റെ ഏറ്റവും പ്രിസക്കാന അമാരിസ് ആ 400 പണ്ഡിതന്മാരെ കൂടെ അവിടെ തന്നെ മദീനത്ത് തന്നെ ഉണ്ട്. അദ്ദേഹം പോയില്ല. അതാണ് സ്നേഹം, അതാണ് മുത്തുനബിയുള്ള മഹബത്ത്. അയാളും പറഞ്ഞു, നിങ്ങളെ കൂടെ ഞാനും ജീവിക്കുന്നു, എന്റെ മക്കളെ മക്കൾ ആ മുത്തുനബിനെ കാണട്ടെ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതാണ് ഒരു കത്ത് എഴുതി വെക്കുന്നത്, ഒരു കുറിപ്പ്, ഒരു കത്ത് എഴുതി വെക്കുന്നത്. എന്താണ് ആ കത്തിലുള്ളത്? ഇന്നലെ പറഞ്ഞവിടെയാണ്. അമ്മാ ബഅദു യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈക ഇന്നി ആമന്തു ബിക വബികിതാബിക അല്ലദീ അൻസലല്ലാഹു അലൈക വഅന അലാ ദീനിക വസുന്നതിക വആമന്തു ബിറബ്ബിക വറബ്ബി കുല്ലി ശൈഇൻ وبكل ما جاء من ربك من شرائع الإيمان والإسلام وأنا قبلت ذلك فإن أدركتك فبها ونعمت وإن لم أدركك فاشفع لي يوم القيامة ولا تنسني فإني من أمتك الأولين وبايعتك قبل مجيئك وقبل إرسال الله إياك وأنا على ملتك وملة إبراهيم أبيك خليل الله. നല്ലൊരു റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. അള്ളാഹു ഇതിന്റെ ബറക്കത്ത്, ദോഷങ്ങൾ അള്ളാഹു പുറത്തിരട്ട്.
എന്താണ് അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ആ പണ്ഡിതന്മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഞാനൊരു കുറിപ്പ്, ഞാനൊരു കത്ത് എഴുതി തരാം, ആ കത്ത് നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ആരാണ് ഏൽപ്പിക്കുന്നത്? അന്ന് മന്ത്രിക്ക് രോഗിയായപ്പോൾ, മക്കത്ത് രോഗം വന്നപ്പോൾ ആ രോഗത്തിനിക്ക് പരിഹാരം പറഞ്ഞു കൊടുത്ത ആ പണ്ഡിതനെയാണ് ഏൽപ്പിക്കുന്നത്. ആ കത്തിൽ എന്താണുള്ളത് എല്ലാം ചെയ്തതിനു ശേഷം ഹബീബായ മുത്തനെ വിളിക്കൂ, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, സ്വല്ലല്ലാഹു അലൈക, അള്ളാഹു നിങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലട്ടെ. മാഷാ അല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക, അള്ളാഹു നിങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലട്ടെ. ഇന്നി ആമന്തു ബിക വബികിതാബികല്ലദീ അൻസലല്ലാഹു അലൈക, ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. വബികിതാബികല്ലദീ അൻസലല്ലാഹു അലൈക, നിങ്ങളെ മേലെ അള്ളാഹു ഇറക്കുന്ന ആ ഗ്രന്ഥമുണ്ടല്ലോ, ആ പവിത്രമായ വിശുദ്ധമായ ആ കിതാബുണ്ടല്ലോ, ആ കിതാബ് കൊണ്ടും ഞാൻ വിശ്വസിച്ചു. വഅന അലാ ദീനിക വസുന്നതിക, ഞാൻ നിങ്ങളെ ദീനിന്റെ മേലെയാണ്, നിങ്ങളെ ശരീരയുടെ മേലെയാണ് ഞാൻ ഉള്ളത്. വആമന്തു ബിറബ്ബിക, നിങ്ങളെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, അഥവാ പടച്ച റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വറബ്ബി കുല്ലി ശൈഇൻ, ലോകത്തുള്ള എല്ലാ വസ്തുവിനെയും പടച്ച, ഈ ലോകത്തിനെയും പടച്ച അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബികുല്ലി മാ ജാഅ മിൻ റബ്ബിക മിൻ ശറാഇൽ ഈമാനി വൽ ഇസ്ലാം, ഇസ്ലാം, ഈമാൻ, നിങ്ങളെ ശരീഅത്ത് അഥവാ അള്ളാഹു കൊണ്ടുവന്ന ഇസ്ലാം മതത്തെയും ഇസ്ലാമിനെയും ഈമാനെയും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ഈമാനും ഇസ്ലാമും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വഅന ഖബിൽതു ദാലിക, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിച്ചു, ആ മതത്തെ ഞാൻ സ്വീകരിച്ചു. ഫൈൻ അദ്റക്തുക ഫബിഹാ വനിഅമത് വഇല്ലം ഉദ്രികുക ഫശ്ഫഅലി യൗമൽ ഖിയാമ. മുത്തനബി പറയും, നബിയേ, ഒരുപക്ഷെ എന്റെ ഹയാത്ത് കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ, എന്റെ ഹയാത്ത് കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ, ആ ഖുർആൻ കൊണ്ടും നിങ്ങൾ കൊണ്ടുവന്ന ഇസ്ലാമിന്റെ ആശയം കൊണ്ടും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതെനിക്ക് വലിയ അനുഗ്രഹമാണ്. എന്റെ ഹയാത്ത് കാലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിഅമത്താണ്. പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ, എന്റെ ഹയാത്ത് കാലത്ത് നിങ്ങൾ വരുന്നില്ലെങ്കിലോ, പക്ഷേ ഫശ്ഫഅലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ എനിക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളെ കാണാതെ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ മുത്തുനബിയെ, എനിക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം. വലാ തൻസനി, എന്നെ മറന്നു പോകരുത്. ആ ഖിയാമത്ത് നാളിൽ ഈ ഒന്നാമനെ മറന്നു പോകരുത്. ഫഇന്നീ മിൻ ഉമ്മത്തിക്കൽ അവ്വലീന, നിങ്ങളെ ഉമ്മത്തികളെ കൂട്ടത്തിൽ ഒന്നാമത്തെ മെമ്പർ ഞാനാണ്, എന്നെ മറന്നു പോകരുത് മുത്തുനബിയെ. വബായഅതുക ഖബ്ല മജീഇക വഖബ്ല ഇർസാലില്ലാഹി ഇയ്യാക, നിങ്ങൾ വരുന്നതിനു മുമ്പ്, നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ്, നിങ്ങൾ നബിയായിട്ട് അല്ലാഹു അയക്കുന്നതിനു മുമ്പ് ഞാൻ ദാ വിശ്വസിച്ചിരിക്കുന്നു. വഅന അലാ മില്ലതിക, നിങ്ങളെ മില്ലത്തിന്റെ മേലെയാണ് ഞാൻ. സംശയം കൂടെ ഞാൻ തീർത്തു തരുന്നു. നിങ്ങളെ മില്ലത്ത് പറയുമ്പോ അന്നത്തെ നബിനെ കൊണ്ട് വിശ്വസിക്കാതെ, അന്നത്തെ നബിന്റെ ആ ദീന് ഇത് വിശ്വസിക്കാതെ ആണോ? അല്ല. വഅന അലാ മില്ലതിക, നിങ്ങളെ മില്ലത്തിന്റെ മേലെയാണ്. വമില്ലത്ത് ഇബ്രാഹീമ അബീക ഖലീലില്ലാ, നിങ്ങളെ ബാപ്പയാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ ദീനിന്റെ മേലെയാണ്. അതല്ലേ നമ്മൾ അങ്ങനെ തന്നെയല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്താണ് മുത്തുനബിന്റെ മില്ലത്ത്, അല്ലെ? ആ മില്ലത്ത് കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ അർത്ഥം വരുന്ന ഒരു കത്ത് എഴുതിയിട്ട് ആ പണ്ഡിതന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുകയാണ്? അങ്ങനെ കൊടുത്തുവിടുന്നല്ല, ആ കത്തിനിക്ക് സ്വർണം കൊണ്ട് മുദ്ര വെക്കുകയാണ്, മുദ്രമത്തയിൽ സീല് വെക്കുകയാണ്. എന്നിട്ട് ആ സീലിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിലെ ഒരു ആയത്ത്, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനീന ബിനസ്രില്ലാഹ്. കാര്യങ്ങളുടെ നിയന്ത്രണം മുമ്പും ശേഷവും, എല്ലാ കാര്യത്തിനും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? പടച്ച റബ്ബിന്റെ കയ്യിലാണ്. ഇപ്പോഴും ഇതിനെക്കാട്ടി മുന്നോളും ഇനിയും അർത്ഥം വരുന്ന ആ ഒരു ആശയം ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുന്നതിന്റെ മേലെ അതാ എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. വയൗമൈദിൻ യഫ്റഹുൽ മുഅ്മിനീന ബിനസ്രില്ലാഹ്,
അള്ളാഹുവിന്റെ സഹായം കൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ സന്തോഷിക്കും ഖിയാമത്ത് നാളിൽ. ആ അർത്ഥം വരുന്ന ആ ഒരു ആയത്തും അത് പിന്നീട് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആയത്ത് അങ്ങനെ അർത്ഥം വരുന്ന അതും അതിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അഡ്രസ് എഴുതുകയാണ്, എഴുതുകയാണ്. ആർക്കാണ് എത്തേണ്ടത്? അതും ബഹുമാനപ്പെടുന്നു. ഇലാ മുഹമ്മദ് ബിനി അബ്ദുല്ലാഹി ഖാതിമിൻ നബീന വറസൂലി റബ്ബിൽ ആലമീൻ. ഞങ്ങളെ എന്ത് മൗലിദ്, ഞാൻ മൗലിദ് പോലും ഞങ്ങൾ എന്ത് ഓലുണ്ട് ബഹുമാനം. ആ ഹബീബായ മുത്തുനബിനെ സ്നേഹിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മഹത്വം 1000 കൊല്ലത്തിനു മുമ്പ് രാജാവ് വളരെ വ്യക്തമായി പറയുന്നു, ഇലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ. അപ്പൊ ഞാൻ ചോദിക്കും, റസൂലുള്ളാഹിന്റെ ബാപ്പനെ പേരെങ്ങനെ അറിഞ്ഞു? അതെല്ലാം പണ്ഡിതന്മാർ തൗറാത്തും ഇഞ്ചീലും സബൂറും പഠിച്ച അതിലെല്ലാം റസൂലുള്ളാഹിന്റെ നീക്കും പോക്കും വരവും ജനനവും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ട എഴുതുകയാണ്, ഇലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഖാതിമിൻ നബിയീന വറസൂലി റബ്ബിൽ ആലമീന സ്വലവാത്തുല്ലാഹി അലൈഹിം മിൻ തുബ്ബഇൽ അവ്വലി ഹുമൈർ ഇബ്നു ഉർദഇൻ അമാനത്തുല്ലാഹി ഫീ യദി മൻ വഖഅ ഇലൈഹി അൻ യൂസിലഹു ഇലാ സ്വാഹിബി. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. മുത്തുനബിന്റെ മഹത്വം പറയുകയാണ്. മുത്തുനബിന്റെ ഈ മഹത്വം, ഈ ബഹുമാനത്തിന്റെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് മുത്തുനബിനെ കാണാനുള്ളൊരു അവസരം തരണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ളൊരു അവസരം തരണം റഹ്മാനെ. നിന്റെ അടിമകളെ കൂട്ടത്തിൽ ചെറിയവരാണ്, താണവരാണ്, പാവപ്പെട്ടവരാണ്, ദോഷികളാണ്. നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, ലോകത്തിലേക്ക് റഹ്മത്തായിട്ട് നീ അയച്ച മുത്തുനബിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും പൂർണ്ണമായ ആ ശറഫാക്കപ്പെട്ട മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്. ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ ഇട്ടു തരണം അല്ലാഹ്.